വാർത്തയിലേക്ക്. വാളയാറിലെ സഹോദരിമാരുടെ മരണത്തിൽ മാതാപിതാക്കളുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതിയുടെ നടപടി. വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിനും ഇളവ് നൽകിയിട്ടുണ്ട്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് വലിയ പരാമർശങ്ങളാണുള്ളത്. മറ്റ് കേസുകൾ കൂടി ചാർജ് ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റിസ് സി ജയചന്ദ്രൻ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റേതാണ് നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. വാളയാർ സഹോദരിമാരുടെ മരണത്തിൽ മാതാപിതാക്കളുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. സാങ്കേതികമായിട്ടുള്ള നടപടിക്രമമാണെങ്കിൽ പോലും അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകവുമാണ്. മാതാപിതാക്കൾ നേരത്തെ ഈ പ്രതി ചേർക്കപ്പെട്ടതിനെതിരെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജിയിലാണ് ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുറ്റപത്രം CBI കോടതിയിലാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോടതി ഇവർക്ക് സമൻസ് അയച്ചിരുന്നു. ഈ മാസം ആദ്യം ഹാജരാകാൻ അടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ുള്ള നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ നേരിട്ട് ഹാജരാകുന്നതിലടക്കം ഇളവുകൾ കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ, അതായത് ഈ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പെറ്റീഷൻ തീർപ്പാക്കുന്ന അന്തിമ തീർപ്പിന് വിധേയമായിട്ടായിരിക്കും മറ്റു കാര്യങ്ങളെന്ന് കൂടിയാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ 6 കുറ്റപത്രങ്ങളാണ് ഈ വാളയാറിലെ സഹോദരിമാരുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് CBI ഫയൽ ചെയ്തിരുന്നത്. അതിലാണ് ഈ മാതാപിതാക്കളെ പ്രതി ചേർത്തിട്ടുള്ളത്. ഈ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല, ഇത് സുതാര്യമായിരുന്നില്ല, തങ്ങളുടെ ഭാഗം കേട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ചാർജ് ഷീറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ കോടതിയിൽ എത്തിയത്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അതിൽ അറസ്റ്റ് തടഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിന്റെ അന്തിമ തീർപ്പിന് വിധേയമായിട്ടായിരിക്കും മറ്റു കാര്യങ്ങൾ. തൽക്കാലം ഇവർ ഹാജരാകേണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നേരത്തെ ചാർജ് ഷീറ്റിൽ ഈ പെൺകുട്ടികൾ ലൈംഗിക അതിക്രമത്തിനിരയായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയതായി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്നാൽ ഈ അതിക്രമം നടന്ന കാര്യം മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നിട്ടും മറച്ചുവെച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. തിരുവനന്തപുരം CBI യൂണിറ്റാണ് കുറ്റപത്രം കൊടുത്തിരുന്നത്. ആ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിന്മേലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടികൾ. എസ് രാഗിനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.